ഹായ് ഡിയേഴ്സ്, ഏവർക്കും PS വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫുഡ് വീഡിയോ ആണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് റോസ്റ്റ് ആണ്. നമുക്ക് ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ: ബീഫ്, വെള്ളം, ഉപ്പ്, സവോള, കറിവേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, എണ്ണ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വരണം. അതുപോലെ അതിനൊപ്പം നമുക്ക് ബീഫ് കൂടെ കഴുകി വൃത്തിയാക്കി വരാം. അങ്ങനെ നമ്മുടെ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മുടെ പച്ചക്കറികളെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സവോള ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനൊപ്പം നമ്മൾ ചില്ലിയും കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. അതായത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഈ മൂന്നും കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് അത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം. കാരണം ചിലപ്പം ബീഫ് വെന്ത് കഴിഞ്ഞാലും ഇതിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇതൊന്ന് ഉടഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ തീരെ ഉടയേണ്ട എങ്കിലും ഒരു രീതിയിൽ ഉടഞ്ഞ് കിട്ടണം. അതുകൊണ്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചമുളക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എനിക്ക് ഇഷ്ടം ഇതുപോലെ കട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ദെൻ നമ്മുടെ തക്കാളി ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിത് ഉള്ളിയും നമ്മുടെ പച്ചമുളകും തക്കാളിയൊക്കെ ആയിട്ട് നമ്മൾ വഴറ്റിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നത്. നമുക്ക് വേറൊരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തത്. നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഈ മൂന്നും കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, മിക്സിയുടെ ചെറിയ ജാറെടുത്തു. അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് റൂട്ടാക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തരാം. തീരെ പേസ്റ്റ് ആക്കണമെന്നില്ല, ഒരുവിധം പേസ്റ്റ് ആക്കുക. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതി മതിയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിലേക്ക് വേണ്ടി നമുക്കൊരു കുക്കർ എടുക്കാം. ഇനി നമ്മുടെ കുക്കർ എടുത്തു. അതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് ആഡ് ചെയ്യാം. അത് കുറച്ച് ബീഫേ ഉള്ളൂ. ദെൻ അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം കുറച്ച് പൊടി ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ചിലർ നമ്മൾ ഉള്ളിയും തക്കാളിയും വഴറ്റിയെടുക്കുന്ന സമയത്ത് ആഡ് ചെയ്യും. പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ രണ്ട് രീതിയും ചെയ്യാറുണ്ട്. നമുക്കിതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ജാറിപ്പം കഴുകരുത്, നമുക്ക് ചെറിയ ആവശ്യമുണ്ട്, അതുകൊണ്ട് അതങ്ങനെ വച്ചിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ഉപ്പാണ്. ചിലപ്പോൾ ഉപ്പ് നമ്മൾ മറന്നു പോകും, അതുകൊണ്ട് ഉപ്പ് നമ്മൾ ചേർക്കാൻ വേണ്ടി ആദ്യം ശ്രദ്ധിക്കുക. നമുക്ക് ഉപ്പ് ചേർക്കാം. ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട, കുറച്ച് ഉപ്പ് എടുത്താൽ മതി. നമുക്ക് പിന്നെ ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത്രയും ഉപ്പ് മതിയാകും. അടുത്ത് വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. മുളക് പൊടിയും ഒത്തിരി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി എരിവുള്ള ഒരു മുളക് പൊടിയാണ്, അതുകൊണ്ട് ചേർക്കുക. അടുത്ത് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇച്ചിരി ചേർത്താൽ മതിയാകും. ഇതെന്നല്ല, ഏത് ഡിഷിനായാലും ശരി തന്നെ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാവും.
പിന്നെ വേണ്ട മസാലപ്പൊടിയാണ്. മസാലപ്പൊടി ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല, അല്പം ചേർക്കാം. അടുത്ത പൊടി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി വേണ്ട ഇത്രയും ചേർത്ത് കൊടുക്കുക. അടുത്ത് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് ഒത്തിരി ചേർക്കാൻ പാടില്ല, കാരണം നമ്മൾ അല്ലാതെ പിന്നെ ഇതിൽ മുളകും പച്ചമുളകും പൊടിമുളകും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അധികമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊടി ഐറ്റംസിൽ ചേർക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് എത്രയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ജാറ് കഴുകരുതെന്ന് പറഞ്ഞിരുന്നു. ആ ജാറിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം എടുത്ത് വെച്ചിരുന്നല്ലോ, അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കും. ഒത്തിരി വെള്ളമൊന്നും വേണ്ട. എന്നിട്ട് ആ ജാറൊന്ന് കഴുകി, ജാറ് നന്നായിട്ടൊന്ന് കഴുകി നമുക്കിതിൽ ഒഴിച്ചാൽ മതിയാകും. കാരണം ബീഫ് വേകുന്ന സമയത്ത് ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊറിയിറങ്ങാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇപ്പം വെള്ളം ഒഴിച്ചു, ബാക്കി പൊടികളും കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അങ്ങനെ കുക്കർ ക്ലോസ് ചെയ്യുന്നു. സ്റ്റൗ കത്തിക്കുകയാണ്. ഇതൊരു 4 വിസിലാകുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കാം. ടോട്ടൽ ഒരു 15-20 മിനിറ്റ്, 20 മിനിറ്റൊക്കെയാണ് നല്ലത്. 20 മിനിറ്റ് നമ്മൾ ടോട്ടൽ വേവിക്കാനായിട്ട് വയ്ക്കണം. ഇതിൽ ഒരു 4 വിസിലാകുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വച്ചതിന് ശേഷം 3 വിസിൽ കഴിഞ്ഞു. ഒരു 10 മിനിറ്റോളം സമയമായി കഴിഞ്ഞു. നമ്മൾ 4ാമത്തെ വിസിലും കഴിഞ്ഞു. നമുക്കിനി സ്റ്റീം കുറച്ച് വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ബീഫും നമ്മുടെ ആയിട്ടുള്ള മിക്സുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി സ്റ്റീം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് നമുക്കൊന്ന് വച്ചിരിക്കുക. ഓപ്പൺ ചെയ്യരുത്, ഓപ്പൺ ചെയ്യാതെ വച്ചിരിക്കുക. അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബീഫ് ഒന്ന് സെറ്റായിട്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും നമ്മുടെ ടൊമാറ്റോ ഒക്കെ എന്ത് ചെയ്യുന്ന ഒന്ന് വഴറ്റിയെടുക്കണം. ആ പരിപാടികൾ നമുക്ക് ചെയ്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ചട്ടിയുടെ നനവെല്ലാം ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തുനിന്ന് പുക വന്ന് തുടങ്ങി അപ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിക്കാൻ സമയമായെന്നർത്ഥം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എണ്ണയിൽ നിന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുകിട്ടു. നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇവിടെ സവോള ചേർത്ത് കൊടുക്കാം. ഒപ്പം നമുക്ക് പച്ചമുളകും ചേർത്ത്. തീ അല്പം കുറച്ച് വയ്ക്കുക. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരല്പസമയം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ്. എന്താ നമ്മുടെ ഉള്ളി ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ്. ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം
നമ്മുടെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്തു. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തക്കാളിയിൽ ഒരു വെള്ളമയമുണ്ട്. ആ വെള്ളമയമൊക്കെ നന്നായിട്ടൊന്ന് ഊറിയിൽ പിടിക്കുന്നതായിരിക്കും. മൂടിയൊന്ന് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുക്കറൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കാം. നമ്മുടെ കുക്കർ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കുറച്ച് വെള്ളം യൂസ് ചെയ്തുകൊണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട്. കണ്ടോ, തക്കാളി ഏകദേശം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ഒരല്പം മതിയാകും. ഈ പൊടികളെല്ലാം നേരത്തെ നമ്മുടെ ബീഫിൽ ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഒരുപാടൊന്നും ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അടുത്ത് ആഡ് ചെയ്യുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ലേശം ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത പൊടി മസാലപ്പൊടിയാണ്. നമുക്കതും അല്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരിയൊന്നും വേണ്ട. നമുക്ക് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത പൊടി മുളക് പൊടിയാണ്. ലേശം ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട. അടുത്ത പൊടി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ തക്കാളിക്കും അതുപോലെ തന്നെ ഉള്ളിക്കും കണക്കാക്കിയുള്ള പൊടികൾ മാത്രം അതിൽ ചേർത്താൽ മതിയാകും. പിന്നെ നമുക്ക് ബീഫിന് കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്ത പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് തന്നെ നല്ലൊരു മണമുണ്ട്. നമ്മളിവിടെ ആഡ് ചെയ്ത പൊടികളുടെ പച്ച മണമൊന്ന് മാറി വരുമ്പോഴത്തേക്കാണ് നമ്മൾ അടുത്ത ബീഫ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പം ബീഫ് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല മണമാണ്. ഞാനിതിൽ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിലിപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. റോസ്റ്റിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് വരണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടേ പറ്റത്തുള്ളൂ. ഒരു ലേശം വെള്ളം കൂടെ ആഡ് ചെയ്തു. കാരണം നമ്മൾ കുക്കർ കഴുകി ഒഴിച്ചാൽ മതിയാകും. ആഡ് ചെയ്യുക. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സ്റ്റീം കൂട്ടി വെച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ ബീഫ് കറി എന്നൊക്കെ പറയും. ഇങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പം ബീഫ് റോസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. കറിയൊക്കെ ഒന്ന് വറ്റി വരണം. നല്ല മണമാണ്. തിളച്ച് വരട്ടെ. ഇടയ്ക്കൊന്ന് അതിൻ്റെ ഉപ്പും മുളക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും വേണമെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു റേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി സൂക്ഷിക്കാം. നമ്മുടെ ഏതാണ്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, രാവി പറക്കുന്ന ബീഫ് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇതിന് മുമ്പത്തെ വീഡിയോസൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, അതുകൂടെ കയറി കാണുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബായ്.